നമസ്കാരം പ്രിയപ്പെട്ടവരെ, MDMA കച്ചവടക്കാരെ, മയക്കുമരുന്ന് കച്ചവടക്കാരെ, കഞ്ചാവ് കച്ചവടക്കാരെ, എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവിനെ ഞാൻ സഹായിച്ചില്ലെങ്കിലും MDMA കച്ചവടക്കാരെ ഞാൻ ചേർത്തു പിടിക്കും. ഇനിയുള്ള 5 വർഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് മയക്കുമരുന്നുകാരെയും MDMA-കാരെയും ചേർത്തു പിടിച്ചില്ലെങ്കിൽ ഇത് ലാസ്റ്റ് വണ്ടിയാണ്. ഇനി നമുക്കൊരു വണ്ടി കിട്ടത്തില്ല. ഇതാരെയും കളിയാക്കാനിട്ട വീഡിയോ ഒന്നുമല്ല. എന്നാലും എന്റെ BW ഹിക്ക പണ്ടിക്ക വർക്കലയിൽ വന്നപ്പോൾ കരള് പറിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. ആ കരളിപ്പോൾ കണ്ട MDMA-കാർക്കും മയക്കുമരുന്ന് കച്ചവടക്കാർക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വിശാലമായിട്ടിരിക്കുന്ന ഇരുത്ത കാണുമ്പോൾ പൂവള്ളി ഇന്ദുചൂടൻ പോലും തോറ്റുപോകും. പക്ഷെ ഇക്കാടെ ഈ ധൈര്യമുണ്ടല്ലോ, മയക്കുമരുന്ന് കച്ചവടക്കാരന്റെ കൂടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ സത്യത്തിൽ ചാൾസ് ശോഭരാജിൽ പോലും ഞാൻ കണ്ടിട്ടില്ലേക്ക. പിന്നെ ഇക്കാക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക ഉടനെ പോയി കേസ് കൊടുക്കൽ അറിയാം. കാരണം ഇക്ക വക്കീൽ കൂടിയാണല്ലോ, കേസ് കൊടുക്കണോക്ക. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, ഇക്കയും മയക്കുമരുന്ന് കച്ചവടക്കാരനും കൂടെ ആയിട്ട് ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ. അതല്ല ഇക്കയുടെ ഫാമിലിയാണോ ഇത്, അതോ അവന്റെ ഫാമിലിയാണോ ഇത്? എന്തായാലും ഇക്കയുടെ ഫാമിലി ആണെങ്കിൽ നാളെ മക്കൾക്ക് പറഞ്ഞ് അർമാദിക്കാം. എന്റെ വാപ്പ പലരും എന്നോട് ചോദിച്ചു രാജ്മോഹന്റെ അച്ഛൻ ആരാണെന്ന്. അത് ഞാൻ പറഞ്ഞു, കിരീടവും ചെക്കോലും ഇല്ലാത്ത ഒരു രാജാവായിരുന്നു എന്ന് പറഞ്ഞതുപോലെ കുട്ടികൾക്ക് പറയാം, എന്റെ വാപ്പ എന്റെ കൊച്ചാപ്പായ ചേർത്ത് പിടിച്ചില്ലെങ്കിലും ഈ നാട്ടിലെ MDMA-കാരുടെയും മയക്കുമരുന്നുകാരുടെയും ഒക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വീട്ടിൽ വിളിച്ച് വലിയ വിരുദൊക്കെ കൊടുത്ത മഹാനാണെന്ന്. പിന്നെ പൂക്കി മേനോന്റെ കാര്യം ഞാനൊന്നും പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ചിട്ടിയൊക്കെ നടത്തി അതൊക്കെ പൂട്ടി താരകന്റെ കൂടെ കള്ളും കുടിച്ച് താരകന്റെ പെണ്ണിനെ വളച്ചടിച്ച് നടത്തുന്നവരിൽ നിന്നൊക്കെ ചാണകം ചാരിയ ചന്ദനം മണക്കോടെ മണക്കത്തില്ല. അപ്പൊ ചാണകത്തിൽ ചാരിയ ചാണകത്തിന്റെ മണമേ കിട്ടൂ, ചന്ദനത്തിന്റെ മണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച മലയാളികളാണ് മണ്ടന്മാര്. ഇനി ഇതിന്റെ പേരിലും കേസെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളിടത്താണ് ജനാധിപത്യം പുലരുന്നത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെന്ന് ഉയർത്തിക്കാണിക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ എന്ത് പോസ്റ്റ് ഇട്ടാലും നെറ്റ അത് റിമൂവ് ചെയ്യില്ല. പക്ഷേ VD സവർക്കറുടെ അനുയായിയായ VD സതീശൻ സവർക്കർക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റ് അപ്പോൾ തന്നെ അവർ നീക്കം ചെയ്യും. എന്തായാലും മെറ്റയ്ക്ക് VD സതീശനുമായിട്ട് നേരിട്ട് ബന്ധമില്ല, പിന്നെ ബന്ധമുള്ളത് കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് VD സതീശൻ സവർക്കർജിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കുക. പിന്നെ ഈ മയക്കുമരുന്ന് MDMA-യുമായിട്ട് പിടിച്ച പൂക്കി മുഖ്യമന്ത്രി VD സതീശൻ സവർക്കർജിയുടെ ഈ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഹുസൈൻ മുസാഫിർ, പുള്ളി ഇപ്പോൾ മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ VD സതീശന്റെ പോസ്റ്റിൽ ആരോ പോയി കമന്റ് ഇട്ടപ്പോൾ പച്ച തെറി വിളിച്ച ഒരു കമന്റ് നമ്മൾ കണ്ടായിരുന്നു. ഈ കമന്റ് ഓർമ്മേണ്ട. എന്തായാലും അത് VD സതീശൻ അല്ലായിട്ടാണെന്ന് നമുക്കറിയാം. VD സതീശന്റെ അറിവോടുകൂടി ഈ പറയുന്ന MDMA കച്ചവടക്കാരനായ കോൺഗ്രസ് നേതാവായ യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കാണ്ടിയുടെ അനുയായിയായ ഈ ഹുസൈൻ മുസാഫിർ ആയിരുന്നു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ വിചാരിക്കും ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഗാന്ധിയൻ മാർഗത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അല്ല. ഇപ്പൊ ലീഗിന്റെ നേതാക്കൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ, ഇസ്ലാമിന്റെ വഴിയിലൂടെ പോകുന്നവരാണെന്ന്. അല്ല, ഇസ്ലാം എന്താണെന്ന് കറക്റ്റ് അറിയാവുന്നവർക്കറിയാം, അവര് പോകുന്നത് ഇബിലീസിന്റെ വഴി കൂടെയാണെന്ന്. അതുപോലെ കോൺഗ്രസ് പോകുന്നത് ഗാന്ധി മാർഗത്തിലൂടെയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അല്ല, കോൺഗ്രസ് പോകുന്നത് സവർക്കറുടെ പാതയിലൂടെയാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. ഇനിയും നിങ്ങൾ തിരിച്ചറിയില്ലെങ്കിൽ നാളെ ഒന്ന് പൊട്ടിക്കറിയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും പോലും നിങ്ങൾക്കുണ്ടാവില്ല. കാരണം പൂക്കി മേനോനെതിരെ പോസ്റ്റ് ഇട്ടാൽ ഫേസ്ബുക്കിൽ നിന്നും റിമൂവ് ചെയ്യുന്ന വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാലും വർക്കലയിൽ വന്ന് കരള് കൊടുക്കാം എന്ന് പറഞ്ഞ എന്റെ BRM ഇക്കയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഇക്ക വീണ്ടും സ്റ്റേജിൽ കയറി നിന്നിട്ട് MDMA-കാരെ, മയക്കുമരുന്ന് കച്ചവടക്കാരെ, സ്വന്തം ഭാര്യയുടെ അനിയന് വില കൊടുക്കാതെ കണ്ട MDMA കച്ചവടക്കാരനെയും മയക്കുമരുന്ന് കച്ചവടക്കാരനെയും വീട്ടിൽ വിളിച്ചു വരുത്തി വിരുന്നു കൊടുത്തപ്പോൾ ആ മനുഷ്യന്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ഹിക്ക, നിങ്ങളിങ്ങനെ നിങ്ങളുടെ കരള് പറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ കരളിനെ കുറിച്ച് കൂടി നിങ്ങളൊന്ന് ആലോചിക്കൂ. ഹിക്ക, ആ മനുഷ്യന്റെ കരള് വേദനിച്ചതിന്റെ പേരിലാണ് കാലം കാത്തുവെച്ച് കാവ്യനീതിയായി ഹിക്കാക്കപ്പോൾ തലയും കുമ്പിട്ടിരിക്കേണ്ടി വരുന്നത്. അല്ലിക്ക ഈ ചാനലിലൊക്കെ വന്നെങ്കിൽ ടപ്പോ ടൊപ്പോ ടൊപ്പോ എന്നൊക്കെ സംസാരിക്കുന്ന ഇക്ക ഇനിയും സംസാരിക്കുമോ? ഇക്ക തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വാർത്താ സമ്മേളനം വിളിച്ച് നുണകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സവർക്കർജി
എവിടെയാണ് ഇക്ക? എന്താണ് ഇക്ക അദ്ദേഹം പ്രതികരിക്കാത്തേ? അദ്ദേഹം എവിടെ പോയി ഇക്ക? രംഗത്ത് വരാൻ പറയൂ ഇക്ക. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, രമേശ് ചെന്നിത്തല നല്ല സുന്ദര പണിയാ വി ഡി സതീശന് കൊടുത്തത്. എന്നെ മുഖ്യമന്ത്രിയാക്കാതെ നീ മുഖ്യമന്ത്രിയായി. അങ്ങനെ നീ മുഖ്യമന്ത്രിയാകുമ്പോൾ ഞാനിവിടെ അടങ്ങിയിരിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ പ്രകടന പത്രികയിലോ ഇലക്ഷൻ സമയത്തോ പ്രചരണ സമയത്തോ അല്ലെങ്കിൽ ജയിച്ചതിന് ശേഷമോ എവിടെയെങ്കിലും ഈ തൂഫാൻ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിന്റെ പിറ്റേന്ന്, അതല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായ അടുത്ത നിമിഷം ഇറക്കിയ പ്രസ്താവനയാണ് മയക്കുമരുന്ന് വേട്ടയ്ക്ക് തൂഫാൻ എന്ന പേര് വിട്ടുകൊണ്ട് മയക്കുമരുന്ന് വേട്ട തുടങ്ങി. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം, കുണ്ടിയിൽ, അതായത് വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന ലീഗുകാർ കുണ്ടിയിൽ സ്വർണം കടത്തുന്ന ആൾക്കാരാണെന്ന് ചെന്നിത്തല ചേട്ടൻ അറിയാം. വി ഡി സതീശന്റെ അടുത്ത ആൾക്കാർ മൊത്തം ഈ പറയുന്ന മയക്കുമരുന്നിന്റെ ഉടമകളാണെന്ന് അറിയാം. അപ്പം സതീശനെ ഒതുക്കണമെങ്കിൽ ഇതേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് തൂഫാൻ ഇറക്കിയത്. അല്ലാതെ പിന്നെ നമ്മൾ ആ പദ്ധതിയെ അനുകൂലിക്കുന്നു. കാരണം വളർന്നു വരുന്ന കുട്ടികളെ ഈ മയക്കുമരുന്ന് മാഫിയകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും നമ്മൾ UDF ആണെങ്കിലും അതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? കേരളത്തെ മൊത്തം ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് വലിയ മഹാമനസ്കതയോടുകൂടി രമേശ് ചെന്നിത്തല എടുത്ത തീരുമാനമാണെന്നുള്ള. അല്ല, രമേശ് ചെന്നിത്തലയുടെ ഉദ്ദേശം വേറെയാണ്. ഏതാണ്? വി ഡി സതീശന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളെ പിടിച്ച് ജനങ്ങളുടെ മുമ്പിൽ നിർത്തി വി ഡി സതീശൻ വെറും മയക്കുമരുന്ന് കച്ചവടക്കാരുടെ കൂട്ടാളിയാണെന്ന് അറിയിക്കുക. ഇതാണ് നമ്മുടെ ചെന്നിത്തല ചേട്ടന്റെ ചെന്നിത്തല സാറിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശം നടക്കട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. കാരണം വി ഡി സതീശൻ സവർക്കർജി പൂക്കിയ മുഖ്യമന്ത്രി. ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം പുറത്തു വരുന്നുണ്ട്. ഈ മറ്റേ ജമിനിയിലൊക്കെ കയറിയിട്ടേ ഈ പൂക്കിപ്പൊടി എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ പറയുന്ന മറുപടി ഈ MDMAക്ക് ചില സ്ഥലങ്ങളിൽ പൂക്കിപ്പൊടി എന്ന് പറയുമെന്ന് പറയുന്നുണ്ട്. പൂക്കി മുഖ്യമന്ത്രി എന്ന് വിളിച്ചാൽ കേസെടുക്കും, അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് വെറുതെ അല്ലാതെ ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും, ചാണകം വന്ന് ചന്ദനത്തെ ചാരിയാൽ ചാണകമേ മണക്കും. എന്തായാലും എനിക്ക് വയ്യ. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥയെങ്കിലേ 2 വർഷം കഴിയുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടേ. ഞാനിവിടെ സൗദിയിലാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട മലയാളികളെ കുറിച്ച്, എന്റെ കുടുംബക്കാരെ കുറിച്ച്, എന്റെ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ എനിക്ക്, ഇനി കോൺഗ്രസ്സുകാരായിട്ടുള്ള എന്റെ നാട്ടുകാരെ കുറിച്ചും എനിക്ക് കുറെ ചിന്തയുണ്ട്, വേദനയുണ്ട്. അവരിങ്ങനെ വാട്സാപ്പിലൊക്കെ വന്നു കിടന്ന് ന്യായീകരിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കുകയാണ്, പടച്ചവനെ, കാണ്ടാമൃഗമൊക്കെ ഇവരെ നേരിട്ട് കാണുകയാണെങ്കിൽ സ്വയം തലതല്ലി ആത്മഹത്യ ചെയ്തളയും. സത്യം, ഞാൻ അമ്മാതിരി ക്യാപ്സൂളാണ് കൊണ്ടുവരുന്നത്. എന്തായാലും പുതിയൊരു ക്യാപ്സൂൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പിണറായി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് വി ഡി സതീശന് ഈ ഹുസൈൻ മുസാഫിറിനെ പിന്നെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായിട്ട് നിയമിച്ചു എന്നുള്ള പുതിയ ക്യാപ്സൂൾ ഏത് നിമിഷവും പുറത്തു വരാം. ആ ക്യാപ്സൂൾ ആദ്യമായി രംഗത്ത് ഇറക്കുന്നത് നമ്മുടെ മൂരികളായിരിക്കും. ഇതൊന്നും കണ്ടാൽ നിങ്ങൾ ചിരിക്കാൻ തോന്നിയാൽ ചിരിച്ചേക്കണം. ചിരി എന്ന് പറയുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ സിനിമയൊന്നും കാണാറില്ല. എല്ലാ വാർത്തകളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് ഈ UDFന്റെ ഈ വിസ്മയങ്ങൾ, പൂക്കി വിസ്മയങ്ങൾ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷേ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ, ഞാനിപ്പം മേലോട്ട് വലിഞ്ഞു കയറുമെന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. സത്യത്തും നന്മകൾ നേരുന്നു.